പ്രിയമുള്ളവരെ, എൻ്റെ പേര് രാജേഷ് കുമാർ. ഞാൻ GFC ചെയ്യാനായിട്ട് സെക്കൻഡ് GFC ചെയ്യാനായിട്ട് കോയമ്പത്തൂർ പോയ കാര്യങ്ങൾ മുതൽ 94 ദിവസം വരെയുള്ള എൻ്റെ മുടിയുടെ വളർച്ചയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരു പെർ ഗ്രാഫ്റ്റ് 10 രൂപ റേറ്റിലാണ് അവിടെ ചെയ്യുന്നത്. തുട്ടിപ്പാളയം പിരിവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ HNS സ്ഥിതി ചെയ്യുന്നത് സംസാരിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് GFC ചെയ്യുന്ന സമയത്തൊക്കെ സംസാരിച്ച കാര്യമാണ്. ഇപ്പോൾ ഞാൻ 60 ദിവസം കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് GFC ചെയ്യാനായിട്ട് HNS കോയമ്പത്തൂർ ചെന്നത്. അവിടെ കൃത്യമായ ഡേറ്റ് 24-ാം തീയതി അവിടെ ചെന്നു, സെക്കൻഡ് GFC ചെയ്തു. ഇതാണ് അന്നത്തെ എൻ്റെ മുടിയുടെ വളർച്ച. അതുകൊണ്ട് അതിൻ്റെ 64 ദിവസത്തോളമായിരുന്നു സെക്കൻഡ് GFC ചെയ്യാനായിട്ട് പോയപ്പോൾ. ഇപ്പോൾ ഏതാണ്ട് 90 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ GFC ചെയ്യാനായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത്യാവശ്യം മുടി കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പോയപ്പോൾ സംസാരിച്ചു. അവരുമായി സംസാരിച്ചപ്പോൾ 2 മാസം കൂടെ എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാലിപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞു. അപ്പോൾ നല്ല റിസൾട്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ചെറിയ ചിലവിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല സജഷനാണ് HNS കോയമ്പത്തൂർ. വീഡിയോസ് കണ്ട് തന്നെ പലരും വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കാം. അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്ത് പോവുക. പിന്നെ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടെ ചെയ്തവരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ എല്ലാവർക്കും നല്ല റിസൾട്ടാണ് പറയുന്നത്. പിന്നെ കാര്യങ്ങൾ പിന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹെഡ് വാഷ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. 7ാമത്തെ ദിവസമാണ് ഹെഡ് വാഷ് ചെയ്യേണ്ടത്. പിന്നീട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട്, പകൽ സമയങ്ങളിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് സലൈൻ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചായിരുന്നു നേരത്തെ. പിന്നീട് നോൺ വെജ് 3 ആഴ്ചത്തേക്ക് ഒഴിവാക്കുന്നു. ഹെൽമെറ്റ് 2 മാസത്തേക്ക് ഒഴിവാക്കി. ഇപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് തല കെട്ടിയിട്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഏതാണ്ട് 3/4 മണിക്കൂറോളമുള്ള യാത്രയുണ്ട്. ഇപ്പം ബൈക്കിലാണ് പോകുന്നത്. നേരത്തെ 2 മാസം ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം മാറി ഇപ്പം പഴയ രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു.